തെലങ്കാനയിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ജാതി സെൻസസ്. ഏറ്റവും ദുർബല വിഭാഗങ്ങൾക്ക് അവർ അർഹിക്കുന്ന ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്നു. ക്ഷേമ പദ്ധതികൾ പരിഷ്കരിക്കാനും തൊഴിലവസരങ്ങൾ മെച്ചപ്പെടുത്താനും ദുർബല വിഭാഗങ്ങളെ ഉയർത്താനും ഈ കണ്ടെത്തലുകൾ സഹായിക്കും. ജനങ്ങളുടെ പ്രയോജനത്തിനായുള്ള വലിയ തോതിലുള്ള ഡാറ്റാധിഷ്ഠിത നയങ്ങൾ നടപ്പിലാക്കാനുള്ള കഴിവ് തെലങ്കാനയ്ക്കുണ്ട് എന്ന് തെളിയിക്കുക, ഇവയെല്ലാം തന്നെയായിരുന്നു ഈ സർവേ കൊണ്ട് ലക്ഷ്യം വെച്ചിരുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് തെലങ്കാനയിൽ ജാതി സർവേ നടത്തിയത്. എന്നാൽ ഇപ്പോൾ വീണ്ടും തെലങ്കാനയിൽ ജാതി സർവേ നടത്താനാണ് സർക്കാരിന്റെ നീക്കം. ഫെബ്രുവരി 16 മുതൽ 28 വരെയാണ് വീണ്ടും സർവേ നടത്തുക. നേരത്തെ പുറത്തുവിട്ട ജാതി സെൻസസിൽ പങ്കെടുക്കാത്ത ജനസംഖ്യയുടെ 3.1% പേർക്ക് മാത്രമാണ് പുതിയ സർവേ. നേരത്തെ പുറത്തുവിട്ട ജാതി സർവേയിലെ പൊരുത്തക്കേടുകൾ സംബന്ധിച്ച് പ്രതിപക്ഷ പാർട്ടികളായ BRSഉം BJPയും പിന്നോക്ക ജാതി സംഘടനകളും രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നു. സംസ്ഥാനത്തെ ജനസംഖ്യയിൽ 56% പിന്നോക്കക്കാർ എന്നതായിരുന്നു നേരത്തെ പുറത്തുവിട്ട സർവേയുടെ റിപ്പോർട്ട്. മുസ്ലിം വിഭാഗത്തെ പിന്നോക്ക വിഭാഗങ്ങളിൽ ഉൾപ്പെടുത്തുന്നത് അംഗീകരിക്കാനാവില്ല എന്നാണ് BJP വ്യക്തമാക്കിയിട്ടുള്ളത്. മുസ്ലിങ്ങളെ ഒഴിവാക്കി പിന്നോക്ക വിഭാഗക്കാർക്ക് 42% സംവരണം വേണമെന്നതാണ് ആവശ്യം. സർവേ പ്രകാരം തെലങ്കാന ജനസംഖ്യയുടെ 17.43% പട്ടികജാതിയും 10.45% പട്ടികവർഗവുമാണ്. അതിനിടെ സർവേയെ വിമർശിച്ച് തെലങ്കാന പിന്നോക്ക കമ്മീഷൻ ചെയർമാൻ രംഗത്തെത്തിയിരുന്നു. ഗ്രേറ്റർ ഹൈദരാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ കമ്മീഷണർക്ക് എഴുതിയ കത്തിലാണ് നിരഞ്ജൻ ഹൈദരാബാദിൽ സർവേ സംഘടിപ്പിച്ചത് കൃത്യമല്ല എന്ന് ചൂണ്ടിക്കാണിച്ചത്. ചില ഏരിയയിൽ ഉദ്യോഗസ്ഥർ വീട് കയറി സർവേ നടത്തിയില്ല എന്നതായിരുന്നു ആരോപണം. എന്നാൽ അതേസമയം തന്നെ സർവേയിലെ കണ്ടെത്തലുകൾക്ക് എന്തെങ്കിലും അത്ഭുതം ഉണ്ടായിരുന്നോ എന്ന് പരിശോധിക്കുമ്പോൾ ഇല്ല എന്ന് തന്നെയാകും ഉത്തരം. 2011 സെൻസസ് പ്രകാരം പട്ടികജാതി ജനസംഖ്യ 54.09 ലക്ഷമായിരുന്നു. സർവേ പ്രകാരം 61.84 ലക്ഷം. 2011 പട്ടികവർഗ ജനസംഖ്യ 31.78 ലക്ഷമായിരുന്നുവെങ്കിൽ സർവേയിൽ അത് 37.05 ലക്ഷമായി ഉയർന്നു. 2011 സെൻസസിൽ പ്രത്യേകം കണക്കാക്കിയിട്ടില്ലാത്ത പിന്നോക്ക വിഭാഗങ്ങൾ എല്ലായ്പ്പോഴും 50% മുകളിലാണെന്ന് സംസ്ഥാന പിന്നോക്ക വകുപ്പ് കണക്കാക്കിയിരുന്നു. സർവേ പ്രകാരം പിന്നോക്ക വിഭാഗ ജനസംഖ്യ 56.33%. ഇതിൽ 10.08% മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവരും ഉൾപ്പെടുന്നുണ്ട്. 1931 നടത്തിയ അവസാന ജാതി സെൻസസ് ഇന്ത്യയുമായി ഈ സർവേ ഫലങ്ങൾ ഏതാണ്ട് യോജിക്കുന്നുണ്ട് എന്ന് ചില കണക്കുകളും സൂചിപ്പിക്കുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ ഉയർന്ന പിന്നോക്ക വിഭാഗ പ്രാതിനിധ്യം വേണമെന്ന മുറവിളിക്കിടെയാണ് സർവേ ഫലങ്ങൾ പുറത്തുവരുന്നത്. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭാരത് രാഷ്ട്ര സമിതി പിന്നോക്ക വിഭാഗങ്ങൾക്ക് 22 ടിക്കറ്റുകൾ നൽകിയപ്പോൾ കോൺഗ്രസും BJPയും യഥാക്രമം 34ഉം 45ഉം ടിക്കറ്റുകൾ നൽകി. സംസ്ഥാനത്തോ രാജ്യത്തോ പിന്നോക്ക വിഭാഗത്തിലുള്ളവർക്ക് രാഷ്ട്രീയ സംവരണമില്ല. അങ്ങനെയാണ് എങ്കിൽ ജനസംഖ്യാ കണക്കുകൾ അടിസ്ഥാനമാക്കി നിയമസഭയിലും പാർലമെന്റിലും 50%-ലധികം സീറ്റുകൾ പിന്നോക്ക വിഭാഗങ്ങൾക്കായി സംവരണം ചെയ്യപ്പെടുന്നുമുണ്ട്. എന്നാൽ ഇപ്പോൾ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ പിന്നോക്ക വിഭാഗ സ്ഥാനാർത്ഥികളെ സജീവമായി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെടുന്നുവെന്നും അങ്ങനെ ഈ ജാതികൾക്ക് നിയമനിർമ്മാണ പ്രക്രിയയിൽ പ്രാതിനിധ്യം ലഭിക്കുമെന്നും തന്റെ സമുദായത്തിന് കൂടുതൽ സംവരണം വേണമെന്ന് ആവശ്യപ്പെട്ട് പ്രവർത്തിക്കുന്ന പ്രമുഖ പിന്നോക്ക വിഭാഗ പ്രവർത്തകനായ R. കൃഷ്ണയ്യ പറഞ്ഞു വെക്കുന്നുണ്ട്. ജനസംഖ്യാ വർധനവ് കാരണം എല്ലാ പാർട്ടികളും പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഒരു വോട്ടിംഗ് ബ്ലോക്കാണ്. ഗൗഡുകൾ, 300 കാപ്പുകൾ, യാദവന്മാർ തുടങ്ങിയ സംസ്ഥാനത്തെ പ്രമുഖ BC ഗ്രൂപ്പുകളുടെ പിന്തുണ കോൺഗ്രസിൽ 10 വർഷമായി അധികാരത്തിലിരിക്കുന്ന BRSനെ പരാജയപ്പെടുത്താൻ സഹായിച്ചതായി പറയപ്പെടുന്നുമുണ്ട്.